ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് HP Victus സീരീസിലെ ഏറ്റവും പുതിയ മോഡലാണ് FA2309TX. ഇതിന് പ്രോസസ്സർ വരുന്നത് Core i7 13th ജനറേഷനിൽ 13620H സീരീസ് പ്രോസസ്സറാണ്. അതുപോലെ റാം വരുന്നത് 24 GB റാമാണ്. അപ്പോൾ ഒരു സ്ലോട്ടിൽ 24 GB ആണ്. നമുക്ക് എക്സ്ട്രാ ഒരു സ്ലോട്ടും കൂടെ ഉണ്ട് ആഡ് ചെയ്യാൻ. അതുപോലെ SSD വരുന്നത് 1 TB ഉണ്ട്. അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള സ്ലോട്ടും ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡാണ്. 8 GB RTX 50 പറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ്. 5000 സീരീസിൽ ആദ്യത്തെ മോഡലാണ് ഇത് വരുന്നത്. അതായത് HP Victusൽ ആദ്യത്തെ മോഡലാണിത്. 200 വാട്ടിൻ്റെ ഒരു ചാർജറാണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒമൻ സീരീസിലാണ് 230 വാട്ടൊക്കെ വരുന്നത്. വിക്ടസിലായിട്ട് ഹയർ എൻഡ് വോൾട്ടുള്ള ചാർജർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ TGB വരുന്നത് 80 വാട്ടാണ്. ഒമനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒമന് 120 വാട്ട് TGB ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ 50-50 കാർഡ് ആയതുകൊണ്ട് നമുക്ക് ഒമനിൽ കിട്ടുന്ന അതേ പെർഫോമൻസ് നമുക്ക് ഗെയിംസിൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പാസ് മാർക്ക് റേറ്റിംഗ് പെർഫോമൻസ് സ്കോറിൽ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. 10082 ആണ്. CPU മാർക്ക് 27023, 2D മാർക്ക് 772, 3D മാർക്ക് 16388. വളരെ മികച്ചൊരു പാസ് മാർക്ക് സ്കോറാണ് കിട്ടിയിട്ടുള്ളത്. പെർഫോമൻസ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുന്ന സമയത്ത് തന്നെ ഓവർ ഹീറ്റിംഗ് ആവുന്ന ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു 67 ഡിഗ്രി ആ ലെവലിലേക്ക് ഹീറ്റ് വരുന്നുള്ളൂ. ബ്ലാക്ക് മൊയ്ത്ത് വൂക്കോൺ ബെഞ്ച് മാർക്ക് റിസൾട്ട് വരുന്നത് 75 FPS ആണ്. ആവറേജ് 75 FPS, മാക്സിമം 92, ഏറ്റവും ലോ ആയാലും 67. ഒരു ഹൈ ലെവൽ ഗെയിം ആയതുകൊണ്ട് തന്നെ ഈ ഒരു FPS തന്നെ ഇത് പ്രതീക്ഷിച്ചാൽ മതി. 3D മാർക്ക് സ്കോർ 1979 ആണ്. ആവറേജ് സ്കോർ ആയതിന് 2044. കളിക്കുമ്പോൾ 265, 244 എന്നാൽ കളിക്കാൻ നല്ല സ്മൂത്ത്നെസ്സാണ്. ഒരു പ്രീമിയം ലാപ്ടോപ്പിൽ ഗെയിം കളിക്കുന്ന ഫീലുണ്ട്. FPS ലോക്കായി കിടക്കുന്നല്ല. 445 FPS വരുന്നുണ്ട് കേട്ടോ നോർമൽ ഗെയിംസിൽ. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പവർ പ്ലഗ്, അതേപോലെ USB പോർട്ട്, ഹെഡ്സെറ്റ് ജാക്കുമാണ് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് വന്നാൽ അവിടെ ഒരു HDMI പോർട്ട്, ഒരു USB പോർട്ട്, ഒരു LAN കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും പിന്നെ തണ്ടർ ബോൾട്ടിൻ്റെ പോർട്ടുമാണ് ഉള്ളത്. ബാക്ക് സൈഡിൽ പോർട്ടുകളൊന്നും വരുന്നില്ല. ഇതിനകത്ത് 4 മോഡ് കൊടുത്തിട്ടുണ്ട് HP. അതായത് എക്കോ മോഡ്, അതുപോലെ ക്വൈറ്റ് മോഡ്, ഡീഫൾട്ട് മോഡ്, പെർഫോമൻസ്. ഈ 4 മോഡ് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഇതിനകത്ത് പെർഫോമൻസ് മോഡും വരുന്നുണ്ട്. ഒമൻ ഗെയിമിംഗ് ഹബ്ബിൽ നമുക്ക് നോക്കിയാൽ കാണാം 4 മോഡ്സ് ഉണ്ട്. എക്കോ മോഡ്, ക്വൈറ്റ് മോഡ്, ഡീഫൾട്ട്, അതുപോലെ പെർഫോമൻസ്. 200 വാട്ട് ചാർജറുള്ള ലാപ്ടോപ്പുകളിൽ മാത്രമേ പെർഫോമൻസ് മോഡ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ചാർജർ വാട്ട് കുറഞ്ഞ മോഡൽസുകളിൽ പെർഫോമൻസ് മോഡ് ഉണ്ടാവില്ല. പെർഫോമൻസ് മോഡ് കുറച്ചുകൂടിയും പവർഫുള്ളായിട്ടുള്ള മോഡൽസിലേ ഉള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് വേറെ കുറേ ഓപ്ഷൻസുകളുണ്ട്. ലൈറ്റിങ്, അതുപോലെ കീബോർഡ് ലൈറ്റ് മാറ്റാം. ഇത് 1 RGB സോണാണ്, 4 RGB അല്ല. നമുക്ക് ഒറ്റ കളറാണുള്ളത്. സിംഗിൾ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്ക് FPS ട്രാക്കർ ഉണ്ട്. അതുപോലെ GPU CPU ഒക്കെ യൂസിങ് നമുക്കിതിനകത്ത് ട്രാക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസും ഈ ഒമൻ ഹബ്ബിലുണ്ട്. അതുപോലെ ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, ഓട്ടോമാറ്റിക് ഇടാം, അതുപോലെ മാക്സിലിടാം, മാനുവലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഈ ഒമൻ ഗെയിമിംഗ് ഹബ്ബിലാണുള്ളത്. സ്പെക്സ് മറക്കണ്ട. HP Victus സീരീസിൽ Core i7 13th സീരീസ് പ്രോസസ്സർ, 24 GB റാം, 1 TB SSD. റാം അപ്ഗ്രേഡബിൾ ആണ്, അതുപോലെ SSD അപ്ഗ്രേഡബിൾ ആണ്. അതുപോലെ 5050 കാർഡ്, 8 GB ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 1,50,000 ആ ലെവലിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതേ ലെവലിൽ തന്നെ റൈസൻ്റെ സീരീസ് ഇറങ്ങുന്നുണ്ട് പുതിയത്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിമോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ അതിൽ റൺ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് സ്കോർ അല്ലെങ്കിൽ FPS എത്ര കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം.